ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടാ. ഇന്ന് നമ്മൾ എവിടെയാണ് പോകണമെന്ന് അറിയാമോ? ദുബായിൽ ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആയ ഫ്യൂച്ചർ മ്യൂസിയത്തിലാണ്. കണ്ടില്ലേ, എന്ത് രസമാണ് ഇതിന് കാണാനായിട്ട്. ഒരു കണ്ണിൻ്റെ ഷേപ്പ് പോലെ ഉണ്ടല്ലേ. വാ, നമുക്ക് ഉള്ളിലേക്ക് പോയൊന്ന് നോക്കാം. നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഫ്രീ എൻട്രി ഉള്ളൂ കേട്ടാ. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് ദേ ഈ പറന്നെടുക്കണ സാധനമാണ്. ഒരുപാട് റേസിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പം തൊട്ട് എന്ത് സാധനമെന്ന് അറിയാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നല്ല കേട്ടാ, ഇത് ഓട്ടോമാറ്റിക് ഡ്രോൺ ആണ് കേട്ടാ. ഇത് ഓരോ ഹാഫ് ആൻ അവർ കൂടുമ്പോഴും നമ്മളുടെ ഫ്രണ്ടിൽ വന്ന് വെൽക്കം ചെയ്യും. കുറേ നേരം ഞാൻ അതന്നെ നോക്കിക്കൊണ്ടിരിക്കണേന്ന്. ദേ ഇതൊരു റോബോട്ട് ഡോഗാണ് കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഡാൻസൊക്കെ കളിക്കും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടാ. കുറേ പേര് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഡാൻസ് കളിക്കുകയും ചെയ്യണുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളത് നോക്കി നിന്നിട്ട് ഫ്രണ്ടിലേക്ക് നടന്നു. അപ്പോഴും ആ ഡ്രോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടാ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡ്രോണാണ് കേട്ടാ. കുറച്ചും കൂടി ഇതിന് മുമ്പിൽ നടന്നപ്പോൾ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അവിടെ ഈ മ്യൂസിയത്തിനെ റിലേറ്റ് ചെയ്ത് കുറേ സാധനങ്ങളുണ്ടായി. ദേ ഇത് കണ്ട്, ഇതാണ് മെച്ചൽ നിർമ്മിച്ച ഫ്യൂച്ചർ മ്യൂസിയമാണിത്. നല്ല വെയിറ്റാണ് കേട്ടോ, എനിക്കിത് പൊക്കാൻ പോലും പറ്റില്ല. ദേ കണ്ടില്ലേ, ഞാൻ ഇത് 2 കൈ വെച്ചാ പൊക്കിയേക്കണത്. 2 കളറുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റാണ്. നല്ല രസമല്ലേ? മ്യൂസിയത്തിൻ്റെ പോലത്തെ പെൻസിലും പേനയും കീച്ചെയിനും ഉണ്ടായിരുന്നിട്ടാ. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം നമ്മൾ ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ഇതിന് 7 ഫ്ലോർ ഉണ്ട്. ഓരോ ഫ്ലോറും ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. 2071 ദുബായിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഇൻഷാ അല്ലാ ഞാൻ ഇനി ഇവിടെയും വരും. അപ്പം എല്ലാ ഫ്ലോറിലും നമുക്ക് കയറാട്ടാ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്ത്. അപ്പം ശരി, ബായ്. ഞങ്ങളിനി വേറെ വീഡിയോ ആയിട്ട് വരാട്ടാ. ബൈ ബൈ. ഉമ്മ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.